ഹായ് കൂട്ടുകാരെ, കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നടാ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? കൂട്ടുകാർ പഠിച്ചോ? പഠിച്ചിട്ടാണോ വന്നത്? 2 ലൈൻ ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നോ? എല്ലാരും എഴുതിയോ? എങ്കിൽ നമുക്ക് ബാക്കി നോക്കിയാലോ. എവിടം വരെ ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പറയാമോ? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ത, ഇഥ, ദ, ഇദ്ദ, ന അത്രയും വാക്കുകളും അതുകൊണ്ടുള്ള അത്രയും അക്ഷരങ്ങളും അതുകൊണ്ടുള്ള വാക്കുകളാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. റെഡി അല്ലേ? അപ്പൊ എഴുതാം നമുക്ക്. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് എന്തക്ഷരാടാ? എന്തക്ഷരാ ഇത്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലേ? എന്തക്ഷരാണ്? താ. അത് തന്നെ. താ വെച്ചിട്ട് ഒരു 5 വാക്കുകൾ മക്കൾ പറയാവോ? ശ്രദ്ധിച്ചിരിക്കും ഇവിടെ. പറയാൻ പറ്റുമോ? താ വെച്ചിട്ട് തത്ത. ശരിയാണേ. നമുക്ക് എഴുതാം. തത്താന്ന് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മള് താ എഴുതി. താ എഴുതിയിട്ട് എന്താ ചെയ്യാ? ഇത്ത. തായുടെ കൂട്ടത്തില് 2 താ എഴുതുന്നുണ്ടല്ലേ? ഇതെങ്ങനെ വായിക്ക? തത്ത. ഓക്കെ അല്ലേ? എങ്ങനെയാടാ വായിക്കുന്നേ? തത്ത. അടുത്തൊരു വാക്ക് പറയാവോ? അടുത്ത വാക്ക് അറിയോ കൂട്ടുകാർക്ക്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ്? തറ. നോക്കിയിരിക്കണേ. താ, റ. എന്തക്ഷരാണ്? തറ. നോക്ക്. അപ്പൊ നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? തത്ത, തറ. 2 വാക്കുകളാണല്ലേ താ വെച്ച് പഠിച്ചിട്ടുള്ളത്. അടുത്തൊരു വാക്ക് പറയാവോ? തല. അത് തന്നെ. താ. സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണല്ലേ? താ, ലാ. എന്താണ്? താ, ലാ. അപ്പൊ എങ്ങനെ വായിക്കും നമ്മള്? തല. നോക്കിയേ. താ, ഇത്ത. എങ്ങനെ വായിക്കുന്നേ? തത്ത. അടുത്ത എന്താണ്? താ, റ. തറ. അടുത്ത വാക്ക് എന്താണ്? താ, ല. തല. ഇനി ഒരു വാക്കുകൂടി പറയാവോ? അറിയോ എന്റെ മക്കൾക്ക്? തവള. ശരിയാട്ടോ. തവളെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? താ, വാ, ള. എന്താണ്? താ, വാ, ള. എങ്ങനെ വായിക്കുന്നേ? തവള. അപ്പൊ എത്ര വാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്? 4 വാക്കുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പൊ ഒരു വാക്കുകൂടെ പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്? തക്കാളി. തക്കാളി ഇഷ്ടാണോ? നമുക്ക് കറി വെക്കാനൊക്കെ എടുക്കുന്നതാണല്ലേ? താ, ഇക്ക, കാ, ള. ഈയുടെ ചിഹ്നം അല്ലേ? എങ്ങനെ വായിക്കുന്നേ? താ, ഇക്ക, ആയുടെ ചിഹ്നം, ള എഴുതി, ഈയുടെ ചിഹ്നം ഇടുന്നുണ്ട്. എങ്ങനെ വായിക്കുന്നേ? തക്കാളി. ഓക്കെ അല്ലേ? താ വെച്ചിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ 5 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? തത്ത, തറ, തല, തവള, തക്കാളി. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചു തരാവേ. താ, ഇത്ത. എങ്ങനെ വായിക്കുന്നേ? തത്ത. അടുത്ത എന്താണ്? താ, റ. താ, റ. തറ. ഇനി എന്താടാ? താ, ല. താ, ല. തല. അടുത്ത വാക്ക് നോക്ക്. താ, വാ, ള. തവള. ഇനി എന്താ എഴുതിയിരിക്കുന്നേ? ലാസ്റ്റത്തെ താ, ഇക്ക, ള, ഈയുടെ ചിഹ്നം തക്കാളി. ഓക്കെ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്തേ. 2 ലൈൻ ബുക്കിലേക്ക് ഒന്ന് വേഗം എഴുതിയെടുക്കാവോ? എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വാക്ക് നോക്കാം കേട്ടോ. വേഗം എഴുതിയെടുത്തോ എല്ലാരും.
കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് അടുത്ത എഴുതിയാലോ എന്നാ. അടുത്ത എന്താണ്? ത ഇത്ത. ഇത്ത വെച്ചിട്ടുള്ള വാക്കുകൾ അറിയോ കൂട്ടുകാർക്ക്? ത ഇത്ത. എങ്ങനെയാ ഇത്ത എഴുതുന്നേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചാണല്ലേ? ഓർക്കുന്നുണ്ടോ കൂട്ടുകാര്? ത ഇത്ത. ഇത്ത വെച്ചിട്ട് 5 വാക്കുകൾ അറിയാവോ? കഥ. അത് തന്നെ അല്ലേ? കഥ എന്ന് എഴുതുമ്പോ ലൈൻ ചെയ്യണോ? ഇങ്ങനെ ലൈൻ ഇടാ അല്ലേ? കഥ. കഥ എന്ന് എങ്ങനെ എഴുതുന്നേ? നമ്മള് കാ എഴുതുന്നുണ്ടല്ലേ ആദ്യം. കാ. ഇതെന്തക്ഷരാണത്? ഥ. കഥ. കഥ. ഓക്കെ അല്ലേ? അടുത്തൊരു വാക്ക് പറയാവോ? രഥം. ശരിയാണ് കേട്ടോ. അതെങ്ങനെയാടാ എഴുതുന്നേ? രാ എഴുതി, ഥാ എഴുതി, അമ്മിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ എങ്ങനെയാ വായിക്കുന്നേ? രഥം. എത്ര വാക്കുകൾ കിട്ടി? കഥ, രഥം. അടുത്ത വാക്ക് പറയാവോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, അറിയാവോന്ന്. കഥകളി. കഥകളി എന്നൊക്കെ എഴുതുമ്പോ ഈ കഥ അതിന്റെ കൂട്ടത്തില് കളി അത്രയും കൂടെ എഴുതിയാ മതിട്ടാ. കാ ഥ കാ ലാ എഴുതിയിട്ട് വള്ളിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ? എങ്ങനെ വായിക്കുന്നേ? കഥകളി. കഥ കളി. കഥകളി. അപ്പൊ എത്ര വാക്കുകൾ പഠിച്ചു കൂട്ടുകാര്? 3 വാക്കുകൾ പഠിച്ചല്ലേ? അടുത്ത ഒരു 2 വാക്കുകൂടെ പറയാവോ? ഒന്ന് ഓർത്ത് നോക്ക്. എന്താണ്? ജാഥ. ശരിയാണ് കേട്ടോ. ജാ എഴുതി എന്താ ചെയ്യാ? ജാ എഴുതിയിട്ട് ആയുടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? ജാ ഥ. എങ്ങനെ വായിക്കും? ജാഥ. ഓക്കെ അല്ലേ? ഈ ഒരു വാക്കുകൂടെ വേണോ അല്ലേ നമുക്ക്? കൂട്ടുകാരൊന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു വാക്കുകൂടെ അറിയാവോന്ന്. എന്താണ്? വീതി. നമുക്ക് എഴുതാട്ടാ. വാ എഴുതി, വി. ഥാ എഴുതി, വള്ളി ഇടുന്നുണ്ടല്ലേ? എങ്ങനെ വായിക്കുന്നേ? വീതി. എത്ര വാക്കുകൾ പഠിച്ചടാ നമ്മള്? കഥ, രഥം, കഥകളി, ജാഥ, വീതി. ഓക്കെ അല്ലേ? ഇതിലൊക്കെ എവിടെയാ ഈ വാക്ക് വരുന്നത്? ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തിയില്ലല്ലോ. ഇതിൽ നമ്മൾ എന്താ അടയാളപ്പെടുത്താഞ്ഞത്? താ വരുന്നത് എല്ലാത്തിന്റെ ആദ്യാണല്ലേ? നോക്കിക്കേ. തത്ത, തറ, തല, തവള, തക്കാളി. എല്ലാത്തിന്റെ ആദ്യാണല്ലേ താ വന്നിട്ടുള്ളത്. ഇതിലെവിടാന്ന് നോക്കിക്കേ. താ വന്നിട്ടുള്ളത് രണ്ടാമതാണ്. 1, 2. രണ്ടാമതാണല്ലേ താ വന്നിട്ടുള്ളത്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. അടുത്തതിലും രണ്ടാമതേ, ഇതിലും രണ്ടാമതേ, ഇതിലും രണ്ടാമതേ, ഇവിടെയും രണ്ടാമതേ ആണല്ലേ വന്നിട്ടുള്ളത്. അല്ലേ? കൂട്ടുകാർ ഇവിടെ ശ്രദ്ധിച്ചിരിക്ക്. ഒന്ന് ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? വായിക്കണോ? ഒന്നുകൂടി വായിച്ചു തരാട്ടാ. ശ്രദ്ധിച്ചിരിക്കണേ. കഥ, രഥം, കഥകളി, ജാഥ, വീതി. ഏതാ വായിക്കണ്ടേ? ഇതോ? വീതി. വീതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത അക്ഷരം നോക്കിയാലോ? കൂട്ടുകാരൊന്ന് വേഗം എഴുതിയെടുത്തേ. എഴുതിയോ? നമുക്ക് നോക്കാം. അടുത്ത അക്ഷരം എന്താ വരുന്നത്? ത, ഇത്ത, ദായാണല്ലേ അടുത്ത അക്ഷരം വരുന്നത്. അടുത്ത അക്ഷരം എന്താടാ നമ്മൾ എഴുതിയിട്ടുള്ളത്? ദായാണ് കേട്ടോ. ദാ വെച്ചിട്ട് വാക്കുകൾ അറിയോ കൂട്ടുകാർക്ക്? അറിയാവോ? നമുക്ക് നോക്കാം. എന്താണ്? ദയ. എഴുതാം നമുക്ക്. ദയ. അടുത്ത വാക്ക് എന്താണ്? ദക്ഷിണ. ശരിയാട്ടോ. നമുക്ക് എഴുതാവേ. ഇക്ഷ, ദക്ഷി, ദക്ഷിണ.
എന്താണ്? ദക്ഷിണ. അപ്പൊ എത്ര വാക്കുകൾ നമ്മൾ എഴുതി? ദയ, ദക്ഷിണ, പിന്നെ എന്താണ്? ദളം. ശരിയാട്ടോ. ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ കൂട്ടുകാര്. ദ ള എന്താണ്? ദളം. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? ദന്തം. ദന്തം എന്ന് വെച്ചാ എന്താ? അല്ലല്ലേ? ദാ ഇന്ദാ എങ്ങനെ വായിക്കുന്നേ? ദന്തം. എങ്ങനെ വായിക്കുന്നേ? ദന്തം. അടുത്തൊരു വാക്ക് കൂടെ പറയാവോ? ദരിദ്രൻ. ശ്രദ്ധിച്ചിരിക്കണേ. ദാ രീ ദ്രൻ. എന്താണ്? ദരിദ്രൻ. അപ്പൊ നമ്മള് എത്ര വാക്കുകൾ പഠിച്ചു ഈ ക്ലാസ്സില്? ദാ വെച്ചിട്ട് ദയ, ദക്ഷിണ, ദളം, ദന്തം, ദരിദ്രൻ. ദരിദ്രൻ. അപ്പോ ഇതില് ദയ, ദക്ഷിണ, ദളം, ദന്തം, ദരിദ്രൻ. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? ത, ഇത്ത, ദ. ഇത്രയും വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. കൂട്ടുകാരെ ബുക്കിലേക്ക് എഴുതി എടുത്തല്ലോ? ഇത്രയും എഴുതിയോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിച്ചാലോ? തത്ത. എങ്ങനെ വായിക്കുന്നേ? ത, ഇത്ത, ത, ഇത്ത. തത്ത. ത, റ, ത, റ. തര. ത, ല, തല. പിന്നെന്താണ്? ത, വ, ള, തവള. ഇനി എന്താ എഴുതിയിരിക്കുന്നേ? ത, ഇക്ക, ലി. എന്താണ്? തക്കാളി. അടുത്ത നോക്കിയാലോ? ഥ വെച്ചിട്ടുള്ള 5 വാക്കുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ? കഥ, രഥം, കഥകളി, ജാഥ, വീതി. സ്പീഡ് കൂടുതലാണോ? സോറി കേട്ടാ, പതുക്കെ പറഞ്ഞുതരാം. കഥ, കഥ, കഥ. രഥം. എന്താണ്? രഥം. വായിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഒപ്പം? പറ്റുന്നില്ലേ? കുറച്ചുകൂടി പതുക്കെ വായിക്കാന്ന. കഥ കളി. എങ്ങനെ വായിക്കുന്നേ? കഥകളി. അടുത്ത എന്താണ്? ജാഥ, ജാഥ. ഇനി എന്താ നോക്കിയേ? വീഥി. എങ്ങനെ വായിക്കും? വീതി. അടുത്ത എന്താണ്? ദാ വെച്ചിട്ടുള്ള വാക്കുകളാണല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. ദയ, ദക്ഷിണ, ദളം, ദന്തം, ദരിദ്രൻ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ദയ, ദക്ഷിണ, ദളം, ദന്തം, ദരിദ്രൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ?